പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ കുട്ടികളുടെ ചോറൂണിനുള്ള സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഓരോ അച്ഛൻ്റെ മടിയിൽ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ പൂജാരി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. മുമ്പിൽ വിശാലമായ പറശ്ശിനിപ്പുഴ. ഇപ്പോൾ രാവിലെയാണ്, അധികം തിരക്കൊന്നുമില്ല. ഒരു ബോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ബോട്ട് കെട്ടി. ഇപ്പോൾ ആരും ഇല്ല, യാത്രക്കാരൊന്നും ഇല്ല. കുറേ ടാക്സികൾ, അതായത് ബോട്ട് ടാക്സികൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ട് മാത്രം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് ദൂരെയായിട്ട് ഒരു ഹൗസ് ബോട്ടും കൂടെ കാണുന്നുണ്ട്. ഈ ബോട്ട് അങ്ങോട്ടേക്ക് നീങ്ങി ഹൗസ് ബോട്ടിന് നേരെ പോവുകയാണ്. ഹൗസ് ബോട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. മനോഹരമായ പുഴയും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും. ഇന്ന് തിരക്കില്ലാത്തൊരു ദിവസം. ബുധനാഴ്ച അത്ര തിരക്കുണ്ടാവാറില്ല. വെള്ളിയാഴ്ചയാണ് പ്രധാന തിരക്ക്. ആളുകൾ നന്നായി കുറവാണ്. കണ്ടില്ലേ, ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാതെ ഈ മനോഹരമായ പ്രകൃതി ഭംഗി അതൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ നല്ല രസമാണ്. ദൂരെ പാലം, പറശ്ശിനി പുഴയുടെ മുകളിലുള്ള ഒരു പാലം പോകുന്നുണ്ട്. പിന്നെ ഈ പുഴയിലാണ് പറശ്ശിനി പ്രധാന മണ്ഡപത്തിൻ്റെ മുമ്പിലായിട്ടാണ് പുഴയുള്ളത്. ആളുകളൊക്കെ താഴെ പുഴയിലിറങ്ങി കാലുകൾ കഴുകി, വൃത്തിയിൽ കാലൊക്കെ കഴുകി അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് പോവും. പ്രധാന പ്രതിഷ്ഠയുള്ള പ്രധാന നടയാണ് ഇത്. ഉള്ളിലോട്ട് പോയി ഫോട്ടോ എടുക്കാനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ട് അധികം ആൾക്കാരും പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കും. ആളുകൾ തിരക്കില്ലാത്ത ദിവസമായതുകൊണ്ട് ആളുകൾ പതുക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ച് അവർക്ക് ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇഷ്ടംപോലെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കാൻ പറ്റി. ഈ തിരക്കുണ്ടെങ്കിൽ ഒന്നിനും സമയം ഉണ്ടാവില്ലായിരുന്നു. സൈഡിലൊക്കെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ് പറശ്ശിനിക്കടവിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ തിരക്കില്ലാത്ത ദിവസം നോക്കി എല്ലാവരും പോകണം. ഞായറാഴ്ചയൊന്നും ഒരിക്കലും പോകരുത്. ശനിയും ഞായറും നല്ല തിരക്കാണ്.